ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പോമ ഫ്രഷ്. ലഞ്ച് ബോക്സ് സീരീസിലെ 4ാമത്തെ റെസിപ്പിയായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോം മെയ്ഡ് ചിക്കൻ സോസേജസ് ആണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഡയറ്റ് ചെയ്യുന്നവർക്ക് പോലും ധൈര്യമായി കഴിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ചെറുതായി നുറുക്കിയ ഗ്രീൻ ക്യാപ്സിക്കം, 6 അല്ലി വെളുത്തുള്ളി, ഈ ഒരു സൈസിലുള്ള ഒരു പീസ് സവാള, 1/2 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഡ്രൈ ബേസിൽ ലീവ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സോയ് സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തുമില്ല. ഈസി ആയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഈ മിക്സിൽ നിന്നും അത്യാവശ്യം വലിയ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയ ശേഷം കൈവെള്ളയിൽ വെച്ച് തന്നെ നമുക്ക് ടൈറ്റായി റോൾ ചെയ്ത് സോസേജ് ഷേപ്പിലാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ആ മിക്സ് മുഴുവനായി ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന വലിപ്പത്തിലുള്ള 9 സോസേജസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോസേജസ് നമുക്ക് 2 രീതിയിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റീമിംഗ് മെത്തേഡും മറ്റേത് ബോയിൽ മെത്തേഡുമാണ്. ബോയിലിംഗ് മെത്തേഡിൽ സോസേജ് മിക്സ് ഒരു ക്ലിംഗ് റാപ്പിലോ അലുമിനിയം ഫോയിലോ വെച്ച് ഷേപ്പ് ചെയ്ത് 2 സൈഡും സീൽ ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. സ്റ്റീമിംഗ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ക്ലിംഗ് റാപ്പിൻ്റെയും അലുമിനിയം ഫോയിലിൻ്റെയും യൂസേജ് പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കും. എന്തുകൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണിത്. ഇനി സ്റ്റീമറിൽ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാനായി വെക്കുക. ഈ സമയം സ്റ്റീമറിൻ്റെ ഈ ഒരു തട്ടിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം സോസേജസ് ഓരോന്നായി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിന് സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂടി കൊണ്ട് മൂടി 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിയിൽ വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഗാർലിക്കിൻ്റെയും ഹെർബ്സിൻ്റെയും ഒക്കെ കൂടെ ഉള്ളൊരു സോസേജിൻ്റെ അടിപൊളി മണം തന്നെ നമുക്ക് കിട്ടും. ഈ 20 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ സോസേജസും ഒന്ന് ചെറുതായി വീർത്ത് കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആവുകയും ചെയ്യുന്നതാണ്. ഇതൊന്ന് കൂളാകുന്നതിനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്ലോക്ക് ബാഗിലോ ആക്കിയ ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. 2-3 സോസേജസ് ഞാൻ ഫ്രൈ ചെയ്തുകൂടി കാണിക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഈ ഒരു സോസേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈയിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഡയറ്റ് ചെയ്യുന്നവർക്ക് പാനിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം ഗ്രില്ല് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഈ ഒരു സോസേജിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. ഇപ്പോൾ സോസേജസിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ സോസേജസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ചേർക്കാത്ത 100% ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ധൈര്യമായിട്ടും ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നത് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.